എൻ്റെ എല്ലാ കുട്ടികൾക്കും നമസ്കാരം. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ എന്നുള്ള തസ്തികയിലേക്കുള്ള എക്സാം നമുക്ക് അടുത്തു വന്നു. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 200 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് തരാൻ പോണത്. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതും നിങ്ങൾ നോക്കി പോവുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത്, അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തരുന്നത്. അപ്പൊ ഇന്ന് തരുന്ന ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ പഠിച്ച് ഹൃദിസ്ഥാക്കുക. നാളെ തരുന്നത് നാളെ, അങ്ങനെ ഈ ഒരു 10 ദിവസം നിങ്ങൾ പണിപ്പെട്ട നിങ്ങൾക്ക് ഒരുവിധം നല്ല മാർക്ക് ലഭിക്കാൻ സാധിക്കും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലീഗൽ ഡ്രിങ്കിങ് ഏജ് ഫോർ IMFL ഇൻ കേരള ഈസ്. എന്താണ് കുടിക്കാനുള്ള നിയമപരമായ പ്രായം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 23 വയസ്സാണ്. ഇത് ഏത് നിയമപ്രകാരമാണ്? അതായത് 2020 കേരള അബ്കാരി ചട്ട ഭേദഗതി പ്രകാരമാണ് ഈ 23 എന്നുള്ളത് പറയണത്. അപ്പൊ ലീഗൽ ഡ്രിങ്കിങ് ഏജ് എത്രയാണ്? 23. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്ഷൻ 55A ഓഫ് അബ്കാരി ആക്ട് ഡീൽസ് വിത്ത്. എന്തിനാണ് സെക്ഷൻ 55A എന്തിനു വേണ്ടിയുള്ളതാണ്? അതായത് അനധികൃതമായി മദ്യം വാറ്റണത് ശിക്ഷാർഹമാണ് എന്നുള്ളതാണ് ഈ സെക്ഷൻ 55A. അപ്പൊ എന്താണ് ആൻസർ? എന്താ വരിക? ഇല്ലിസിറ്റ് ഡിസ്റ്റിലേഷൻ. അതായത് അനധികൃതമായി വാറ്റുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഫോറിൻ ലിക്കർ വിത്തൗട്ട് പെർമിറ്റ്. എന്താണ്? പെർമിറ്റ് ഇല്ലാതെ കൈവശം വെക്കാവുന്ന വിദേശ മദ്യം എത്രയാണ്? അതായത് 3 ലിറ്റർ ആണ് കേട്ടോ. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോഡി ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ. ഏത് സെക്ഷനിലാണ്? അബ്കാരി സെക്ഷൻ പ്രകാരമാണ്. അതായത് ടോഡി എന്ന് പറഞ്ഞാൽ കള്ള് അല്ലെ, ഈന്തപ്പന, പന, തെങ്ങ് എന്നിൽ നിന്നുള്ള നീര് അല്ലെ, അതല്ലേ ടോഡി. അപ്പൊ അത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 2(6) എന്നുള്ളതാണ്. അപ്പൊ എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പണിഷ്മെന്റ് ഫോർ ഡ്രങ്ക് ഡ്രൈവിംഗ് അണ്ടർ സെക്ഷൻ 56B. എന്താണ്? മദ്യപിച്ച് വാഹനം ഓടിച്ചാല് എന്താണ് ഉണ്ടാവുക? 2 വർഷം വരെ തടവ്, പിന്നെ എന്താണ് 10,000 രൂപ, അതായത് ₹10K ആണ് പിഴ. അപ്പോൾ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ ട്ടോ. 2 വർഷം വരെ തടവ്, പിന്നെ 10,000 രൂപ പിഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NDPS ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. അതാണ് NDPS. അത് എത്രയിലാണ് പാസ്സാക്കിയത്? 1985 കേട്ടോ. 1 മിനിറ്റ്, ഇവര് സി ആണ് പറയണേ, ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് 1985 തന്നെയാണ് കേട്ടോ. പക്ഷെ എന്താണ് ഇതിൽ ഭേദഗതി വരുത്തിയത് 1988 അതുകൊണ്ടാണ് ഇവിടെ ആൻസർ സി എന്ന് എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1985 നവംബർ 14 കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് നോട്ട് എ നാർക്കോട്ടിക് ഡ്രഗ് അണ്ടർ NDPS. ആൻസർ എന്താണ് വരിക? ആൻസർ ഇതില് ആൽക്കഹോള് എന്താണ്? ആൽക്കഹോള് NDPS ആക്ടിലെ നാർക്കോട്ടിക് മരുന്നല്ല. അപ്പൊ അതുകൊണ്ട് അബ്കാരി ആക്ടില് ഉൾപ്പെടുന്നു. അപ്പോൾ വിച്ച് ഈസ് നോട്ട് എ നാർക്കോട്ടിക് ഡ്രഗ് അണ്ടർ NDPS എന്നാണ് ചോദിച്ചേക്കണേ. അപ്പൊ എന്താണ് ആൻസർ? എന്താണ് വരിക? ആൽക്കഹോൾ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഫീസർ ഹു ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് അണ്ടർ അബ്കാരി ആക്ട്. അതായത് എക്സൈസ് ഇൻസ്പെക്ടർക്കും അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കും
എന്ത് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അപ്പൊ ആരൊക്കെയാണ് പറയണേ? എക്സൈസ് ഇൻസ്പെക്ടർ ആൻഡ് അബവ്, മുകളിലുള്ളവർക്ക്. അപ്പം ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 67 ഓഫ് അബ്കാരി ആക്ട് ഡീൽസ് വിത്ത് എന്തിനെയാണ്? അതായത് സെക്ഷൻ 67 പ്രകാരം എന്താണ്? ചില കുറ്റങ്ങൾക്ക് പിഴ അടച്ചിട്ട് ഒത്തുതീർപ്പാക്കാം എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ആൻസർ? എന്താണ്? എ എന്നുള്ളതാണ്, കോമ്പൗണ്ടിങ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പണിഷ്മെന്റ് ഫോർ കൺസംഷൻ ഓഫ് ഗഞ്ച അണ്ടർ സെക്ഷൻ 27 NDPS. സെക്ഷൻ 27 പ്രകാരം ഗഞ്ച ഉപയോഗിച്ചാൽ എന്താണ്? 1 വർഷം വരെ തടവോ പിഴയോ രണ്ടുമോ ലഭിക്കാം. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ ബി എന്നുള്ളതാണ്, 1 വർഷം എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈസൻസ് ഫോർ ടോഡി ഷോപ്പ് ഈസ് ഇഷ്യൂഡ് ബൈ ആരാണ്? ഡെപ്യൂട്ടി കമ്മീഷണർ. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അതിന് എന്താണ്? തെങ്ങ് കള്ള് ഷോപ്പിന്റെ ലൈസൻസ് കൊടുക്കുന്നത് ആരാണെന്നാണ് ചോദിക്കണേ. അപ്പൊ ഡെപ്യൂട്ടി കമ്മീഷണർ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡീനാച്ചുറഡ് സ്പിരിറ്റ് മീൻസ് എന്താണ്? കുടിക്കാൻ പറ്റാത്ത വിധം രാസവസ്തുക്കൾ ചേർത്തിട്ട് മദ്യം ഉണ്ടാക്കുക, അതിനെയാണ് ഡീനാച്ചുറഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ആൽക്കഹോൾ അൺഫിറ്റ് ഫോർ കൺസംഷൻ, അതാണ് ഡീനാച്ചുറഡ് സ്പിരിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം പണിഷ്മെന്റ് ഫോർ ഇല്ലിസിറ്റ് അറാക്ക് പൊസിഷൻ ഓവർ 5 ലിറ്റർ. അതായത് 5 ലിറ്ററിന് കൂടുതൽ അറക്ക് കൈവശം വെച്ച എന്താണ് ഉണ്ടാവുക? 2 വർഷം വരെ തടവാണ് കേട്ടോ. എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോട്ട്പ പ്രോഹിബിറ്റ്സ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസസ് അണ്ടർ സെക്ഷൻ ഏതാണ്? ഏത് സെക്ഷൻ പ്രകാരമാണ്? 4. സെക്ഷൻ 4 പ്രകാരമാണ് പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെയിൽ ഓഫ് ടൊബാക്കോ ടു പേഴ്സൺ ബിലോ 18 ഇയേഴ്സ് ഈസ് പ്രോഹിബിറ്റഡ് അണ്ടർ കോട്ട്പ സെക്ഷൻ ഏതാണ്? ഏത് സെക്ഷൻ ആണ്? ആൻസർ എന്താണ് വരിക? 18 വയസ്സിന് താഴെയുള്ളവരെ പുകയില വിൽക്കാൻ പാടില്ല എന്നുള്ളത് ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 6 ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ടേം പൊസിഷൻ ഇൻക്ലൂഡ്സ്. അപ്പൊ എന്താണ് ആൻസർ? എന്താണ് വരിക? സി എന്നുള്ളതാണ്. അതായത് ഫിസിക്കൽ ഓൺലി, കൺസ്ട്രക്റ്റീവ് ഓൺലി. അതായത് കൈവശം നേരിട്ടോ അല്ലാതെയോ എന്നുള്ളത്, അതാണ് ടേം പൊസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെയിൽ ഈസ് ജനറലി നോട്ട് ഗ്രാൻഡഡ് ഫോർ ഒഫൻസ് അണ്ടർ ഏതിലാണ്? സെഷൻ 55I ആണ് കേട്ടോ. സെഷൻ 55I പ്രകാരം കുറ്റങ്ങൾക്ക് സാധാരണ ജാമ്യം ലഭിക്കാൻ പറ്റില്ല. ബെയിൽ ഈസ് ജനറലി നോട്ട് ഗ്രാൻഡഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പലേറ്റ് അതോറിറ്റി ഫോർ എക്സൈസ് കമ്മീഷണർ ഓർഡർ. എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവിന് സർക്കാരിന് ആണ് അപ്പീൽ നൽകാൻ പറ്റുക. അപ്പൊ ബി എന്നുള്ളതാണ്, ഗവൺമെന്റിനാണ് അപ്പീൽ നൽകാൻ പറ്റുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈം ലിമിറ്റ് ഫോർ അപ്പീൽ അഗെയിൻസ്റ്റ് കോൺഫിസ്കേഷൻ. കണ്ടുകെട്ടലിന് എതിരെ എന്താണ്? 60 ദിവസമാണ്. 60 ദിവസത്തിനകം അപ്പീൽ നൽകണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഡ്യൂട്ടി ടു കണ്ടക്ട് അവയർനെസ് അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം ഈസ് അണ്ടർ എക്സൈസ് മാനുവൽ. ആൻസർ എന്താണ് വരിക? മൊഡ്യൂൾ എന്താണ്? മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 ആണല്ലോ. സി അല്ല വരിക, മൊഡ്യൂൾ 5 അല്ല, മൊഡ്യൂൾ 4 ആണ് കേട്ടോ. മദ്യവിരുദ്ധ ബോധവൽക്കരണം എക്സൈസ് മാനുവൽ മൊഡ്യൂൾ 4 ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 47 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റ് സ്റ്റേറ്റ്സ് ടു. ആൻസർ എന്താണ് വരിക?
അതായത് ആർട്ടിക്കിൾ 47 അല്ലെ, ലഹരി പാനീയങ്ങൾ നിരോധിക്കാൻ ആര് ശ്രമിക്കണം എന്നാണ് പറയണത്? സംസ്ഥാനങ്ങളെ ശ്രമിക്കണം. അപ്പൊ പ്രൊഹിബിറ്റ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്, അതായത് ഏതാ വരാ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് കേരള റിനൈസൻസ് ആരാണ്? ശ്രീനാരായണ ഗുരു അല്ലെ, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ഈക്വാലിറ്റി ഈസ് ഇൻ ആർട്ടിക്കിൾസ്, ഏതിലാണ്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസന്റ് എക്സൈസ് മിനിസ്റ്റർ ഓഫ് കേരള ആസ് ഓഫ് 2026, അതായത് 2025 പ്രകാരം MP രാജേഷ് ആയിരുന്നു എക്സൈസ് മന്ത്രി കേട്ടോ. ഇനിയിപ്പോൾ മാറി വരുന്നത് പ്രസന്റ് എക്സൈസ് മിനിസ്റ്റർ ഓഫ് കേരള. അപ്പോൾ ഇനി മാറി വരുമോന്ന് അറിയില്ല, പക്ഷെ ഇപ്പോൾ MP രാജേഷ് ആയിരുന്നു 2025 26 ഈ ഇലക്ഷൻ നടക്കണ വരെ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹയസ്റ്റ് ടോഡി ഷോപ്സ് എവിടെയാണ്? കൂടുതൽ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. കൂടുതൽ കള്ളുഷാപ്പുകൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. മോട്ടോ ഓഫ് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? മുദ്രാവാക്യം എന്താണ്? കടമ, സത്യസന്ധത, സേവനം അല്ലെ. ഏതൊക്കെയാണ് ആൻസർ? ആൻസർ അപ്പൊ എന്താ വരിക? ഡ്യൂട്ടി, ഹോണസ്റ്റി ആൻഡ് സർവീസ്. ഓക്കെ, കടമ, സത്യസന്ധത, സേവനം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ എന്താണ്? 1847 ഹർമൻഗുണ്ടത്ത് ആണ് ഏത് ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ രാജ്യസമാചാരം ആരംഭിച്ചത്. അപ്പൊ രാജ്യസമാചാരമാണ് ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ. ആരാണ് കണ്ടെത്തിയത്? ഹർമൻഗുണ്ടത്ത്. എത്രയിലാണ്? 1847. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആനിമൽ ഓഫ് കേരള ഏതാണ്? സ്റ്റേറ്റ് ആനിമൽ വരയാടാണ് കേട്ടോ. വരയാടാണ് കേരളത്തിന്റെ സംസ്ഥാന മൃഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിറ്ററസി റേറ്റ് ഓഫ് കേരള 2011 എത്രയാണ്? 93.91% 2011 സെൻസസ് പ്രകാരം കേരളത്തിന്റെ സാക്ഷരത കേട്ടോ. 93.91%. നെക്സ്റ്റ്, പാർട്ട് 9 കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് എന്താണ്? ഭരണഘടനയുടെ 9ാം ഭാഗം എന്തിനെ പറ്റിയാണ്? പഞ്ചായത്തി രാജ് ആണ് കേട്ടോ. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് കേരള എന്താണ്? മലയാളം അല്ലെ. മലയാളമാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ. ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ കേരള ഏതാണ്? കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ എല്ലാമാണ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ കേരള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് എക്സൈസ് പോളിസി ഓഫ് കേരള വാസ് ഇൻ ആൻസർ എന്താ വരിക? 2017 കേരളത്തെ ആദ്യത്തെ എക്സൈസ് നയം വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള PSC HQ ഈസ് അറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? PSCയുടെ തിരുവനന്തപുരം പാറ്റൂര് കേട്ടോ. കേരള PSCയുടെ ആസ്ഥാനം തിരുവനന്തപുരം. സി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കൽ ഫോർമുല ഓഫ് ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോളിന്റെ എന്ത് പറയും? എത്തനോൾ അല്ലെ. ഈഥൈൽ ആൽക്കഹോളിന്റെ രാസസൂത്രം എന്താണ്? C2H5OH അല്ലെ. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. C2 താഴെയാണ് എഴുതുക, പക്ഷെ ഇതില് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാരണമാണ് ഇങ്ങനെ എഴുതിക്കണം കേട്ടോ. C2H5OH ഇങ്ങനെയാണ്. 5 ഒക്കെ സഫിക്സ് ആയിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഷുഗർ ടു ആൽക്കഹോൾ എന്താണ്? പഞ്ചസാരയെ ഈസ്റ്റ് ഉപയോഗിച്ച് പുളിപ്പ് ആക്കിയിട്ടല്ലേ മദ്യം ഉണ്ടാക്കണത്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഫെർമെന്റേഷൻ ആണ് അല്ലെ. ഫെർമെന്റേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇൻസ്ട്രുമെന്റ് ടു മെഷർ ആൽക്കഹോൾ കണ്ടന്റ്. ആൽക്കഹോൾ കണ്ടന്റ് നോക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഹൈഡ്രോമീറ്റർ കേട്ടോ. മദ്യത്തിന്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 5 men do work in 10 days, 10 men do it in. അതായത് 5 men 10 days ആണ് വെച്ചെങ്കിൽ ആകെ വർക്ക് എന്ന് പറയുന്നത് എന്ത് വരും? 5 into 10 50 അല്ലെ? 50 വർക്ക് ഉണ്ട്, 10 മെന്നും ഉണ്ട്. അപ്പൊ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അപ്പൊ 50 ഡിവൈഡഡ് ബൈ 10 അത് എത്രയാണ്? 5 days. അപ്പൊ ഏതാണ് ആൻസർ വരിക? 5 എന്നുള്ളതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് നമ്പർ 2, 6, 12, 20, 30. അപ്പൊ എങ്ങനെയാണ്? 2ഉം 4ഉം ആണ് 6 അല്ലെ? 6ഉം 6ഉം ആണ് 12, 12ഉം 8ഉം ആണ് 20, 20ഉം 10ഉം ആണ് 30. അപ്പൊ ഇനി അടുത്തത് എന്ത് വരും? ഇവിടെ 4 കൂട്ടി, ഇവിടെ 6 കൂട്ടി, ഇവിടെ 8 കൂട്ടി, ഇവിടെ 10 കൂട്ടി. അപ്പൊ ഇനി എന്ത് വരും? 12 കൂട്ടണം അല്ലെ? 30ഉം 12ഉം എത്രയാണ്? 42. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ബലത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ് കേട്ടോ. ന്യൂട്ടൺ. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. യൂണിവേഴ്സൽ ബ്ലഡ് ഡോണർ ഗ്രൂപ്പ്. സാർവത്രിക രക്തദാതാവ് അല്ലെ? ദാതാവ് ഏതാണ്? O ആണ് കേട്ടോ. സാർവത്രിക രക്തദാതാവ്, ബ്ലഡ് ഡോണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്വയർ റൂട്ട് ഓഫ് 4096 ഏതാണ് വരിക? അതായത് ഇവിടെ 4000 വരണം അല്ലെ? അപ്പൊ 5 വന്നിട്ട് വെച്ചെങ്കിൽ 2500 വരുള്ളൂ. 50 വന്ന അതിന് 60 വന്നാ എന്ത് വരും? 36 വരും. 60നേക്കാട്ടും മീതെയാവും. 3600നേക്കാട്ടും കൂടുതലല്ലേ ഉള്ളത്? അപ്പൊ 60നേക്കാട്ടും മീതെയാവും. പിന്നെ എന്താണ്? ഒറ്റയുടെ സ്ഥാനത്ത് 6 ആണ് വന്നിക്കണേ. അപ്പൊ 4 4 16 അല്ലെ? അപ്പൊ 4 വരാം. അപ്പൊ 64 into 64 ആണ് ആൻസർ വരിക. അപ്പൊ ഇത് ഏകദേശം നമ്മൾ കണക്ക് കൂട്ടിയിട്ട് പിന്നെ 64 എന്ന് കിട്ടിയ ഒന്നും കൂടി നിങ്ങൾ ചെയ്തു നോക്കുക. 64 into 64 ഏതാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രെയിൻ 100 meter crosses pole in 10 second സ്പീഡ്. അപ്പം എന്താണ്? സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയല്ലേ? ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? 100 meter ആണ് ദൂരം എന്ന് പറയുന്നത്. 10 second ആണ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ 100/10 എത്രയാണ്? 10 ആണ്. പക്ഷെ നമുക്ക് കിട്ടുന്നത് എന്തിലാണ്? മീറ്റർ പെർ സെക്കൻഡിലാണ്. അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കണം. കാരണം എന്താണ്? 10 meter per second ഉണ്ട്. പക്ഷെ ഇവിടെ കിലോമീറ്റർ പെർ അവറും ഉണ്ട്, പിന്നെ ഒരു ബോത്ത് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കണം, 10 meter per secondനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 10 into 18/5 എന്ന് പറയുമ്പോ ഇവിടെ 5 2 പ്രാവശ്യം. അപ്പൊ 18 2 36 എന്ന് വരും. 36 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ നമുക്ക് ബോത്ത് എന്നുള്ള ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്യാസ് റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ വാർമിംഗ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആഗോള താപനത്തിന് പ്രധാന കാരണമായിട്ടുള്ളതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ബോഡി ഹാസ് ഹൗ മെനി പെയർസ് ഓഫ് റിബ്സ്? എത്ര ജോഡി വാരിയെല്ല് ഉണ്ട് എന്നാണ് ചോദിക്കണേ. 12 ജോഡിയാണ് വാരിയെല്ലുള്ളത് കേട്ടോ. മനുഷ്യന് 12 ജോഡി വാരിയെല്ലാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്ഷൻ. എ നോർത്ത് ഓഫ് ബി, സി ഈസ്റ്റ് ഓഫ് ബി, ഡി സൗത്ത് ഓഫ് സി, ഡി ഈസ് ഡയറക്ഷൻ ഓഫ് എ. അപ്പൊ നിങ്ങൾ വരച്ചു നോക്കുക. അപ്പൊ നോർത്തും ഈസ്റ്റും സൗത്തും വെസ്റ്റും നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് പറയാ എ നോർത്ത് ഓഫ് ബി. ബിയുടെ നോർത്തിലാണ് എ അല്ലെ? ഇനി സി ഈസ്റ്റ് ഓഫ് ബി. ബിയുടെ ഈസ്റ്റിലാണ് സി. ഇനി ഡി സൗത്ത് ഓഫ് സി. സിയുടെ സൗത്തിലാണ് ഡി. അപ്പൊ ഡി ഈസ് ഡയറക്ഷൻ ഓഫ് എ. എയുടെ ഡയറക്ഷനിൽ എവിടെയാണ് എന്നാണ് ചോദിക്കണേ. അപ്പൊ ആൻസർ എന്ത് വരും? സൗത്ത് ഈസ്റ്റ് എന്നാണ് വരിക.
തെക്ക് കിഴക്ക്, സൗത്ത് ഈസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡ് വൺ ഔട്ട്, വിസ്കി, റം, ജിൻ, വിനേഗർ. എന്താണ് ഇതില്? വിനേഗർ മാത്രം എന്താണ് ഭക്ഷ്യവസ്തുവാണ്, മറ്റേതെല്ലാം മദ്യമാണ് അല്ലെ. അപ്പൊ വിനേഗർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിറ്റാമിൻ സി ഈസ്, വിറ്റാമിൻ സി എന്താ പറയാ, അസ്കോർബിക് ആസിഡ് ആണ്. അപ്പൊ ഏതാണ്? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെയിൻ കമ്പോണന്റ് ഓഫ് നാച്ചുറൽ ഗ്യാസ്, നാച്ചുറൽ ഗ്യാസിന്റെ മെയിൻ കമ്പോണന്റ് ഏതാണ്? പ്രകൃതിവാതകത്തിന്റെ പ്രധാന ഘടകം, അതാണ് ചോദിക്കുന്നത്. അത് ഏതാണ്? മീത്തേൻ ആണ് കേട്ടോ. മീത്തേൻ ഏതാണ്? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് അറാക് ദാറ്റ് മേക്സ് ആൻ ഒഫൻസ് നോൺ ബെയിലബിൾ അണ്ടർ സെക്ഷൻ 55I ഈസ്. ആൻസർ എന്താണ് വരാ? അതായത് 5 ലിറ്ററിൽ കൂടുതൽ അറക്ക് കൈവശം വെച്ചാൽ എന്താണ്? കുറ്റം ജാമ്യമില്ലാത്തതാകും. അപ്പൊ 5 ലിറ്റർ വരെയാണ് വെച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിഴയോ തടവോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ 5 ലിറ്ററിലും കൂടുതലാണ് വെച്ചെങ്കിൽ എന്താവും? കുറ്റം ജാമ്യമില്ലാത്തതാകും. അപ്പൊ സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ, 5 ലിറ്റർ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who is the licensing authority for FL3 bar license in Kerala? എക്സൈസ് കമ്മീഷണർ ആണ് നൽകുക കേട്ടോ. അപ്പൊ എന്താണ്? ആരാണ്? അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആണ്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ കേട്ടോ. എക്സൈസ് കമ്മീഷണർ എന്നുള്ളതല്ല, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആണ്. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 31 ഓഫ് അബ്കാരി ആക്ട് ഗിവ്സ് പവർ ടു. ആൻസർ എന്താണ് വരിക? 31 പ്രകാരം സ്ഥലം പരിശോധിക്കാൻ ആർക്ക്? ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ബി എന്നുള്ളത്, സെർച്ച് എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പണിഷ്മെന്റ് ഫോർ സെയിൽ ഓഫ് ലിക്കർ ടു എ പേഴ്സൺ ബിലോ 18 ഇയേഴ്സ്. അതായത് 18 വയസ്സ് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കുന്നതിന് എന്താണ് ഉണ്ടാവുക? 1 വർഷം വരെ തടവ് ശിക്ഷയാണ് ഉണ്ടാവുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അറക് അണ്ടർ അബ്കാരി ആക്ട് മീൻസ്. അതായത് അറക്ക് എന്ന് പറയുന്നത് വാറ്റിയെടുക്കുന്ന നാടൻ മദ്യത്തിനെയാണ് അറക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എന്താണ് വരിക? കൺട്രി ലിക്കർ ഒബ്റ്റൈൻഡ് ബൈ ഡിസ്റ്റിലേഷൻ, ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the maximum fine under section 56B for drunk driving is. അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിന് പരമാവധി എത്രയാ വരിക? 10,000 രൂപ കേട്ടോ, പിഴയാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NDPS ആക്ട് ഷെഡ്യൂൾ 4 കണ്ടെയ്ൻസ്. എന്താണ്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കേട്ടോ. NDPS ആക്ട് ഷെഡ്യൂൾ 4 സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 37 ഓഫ് NDPS ആക്ട് ഡീൽസ് വിത്ത്. എന്താണ്? 37 അല്ലെ. സെക്ഷൻ 37 പ്രകാരം എന്താണ്? ജാമ്യം കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ ബെയിൽ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ റേഞ്ച് ഓഫീസ് ഈസ് കോൾഡ്. റേഞ്ച് ഓഫീസറിന്റെ ചുമതല ആർക്കാണ്? റേഞ്ച് ഇൻസ്പെക്ടർക്കാണ് കേട്ടോ. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവയർനെസ് പ്രോഗ്രാംസ് അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആർ കണ്ടക്റ്റഡ് അണ്ടർ. ആരാണ്? മൊഡ്യൂൾ 5 പ്രകാരമാണ് കേട്ടോ. ഏത്? ലഹരി വിരുദ്ധ ബോധവൽക്കരണം, അവയർനെസ് പ്രോഗ്രാം അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്, അത് മൊഡ്യൂൾ 5 കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെനാലിറ്റി ഫോർ അലൗവിങ് The penalty for allowing a minor to
എൻ്റർ എ ടോഡി ഷോപ്പ് ഈസ് അണ്ടർ എന്താണ് സെക്ഷൻ ഏത് പ്രകാരം 54 പ്രകാരം പ്രായപൂർത്തിയാകാത്തവരെ കള്ള് ഷാപ്പില് പ്രവേശിപ്പിക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പ്യൂരിയസ് ലിക്കർ ഈസ് ഡിഫൈൻഡ് ഇൻ വിച്ച് സെക്ഷൻ? വ്യാജമദ്യം ഏത് സെക്ഷനിലാണ്? 2:12 കേട്ടോ. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. The power to issue special permit for transport of liquor is under section ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 11 പ്രകാരം ഏതാണ്? മദ്യം കൊണ്ടുപോകാൻ പ്രത്യേക പെർമിറ്റ് വേണം കേട്ടോ. നെക്സ്റ്റ്, പണിഷ്മെന്റ് ഫോർ ഇലീഗൽ ഇമ്പോർട്ടൻറ്റ് ഓഫ് ലിക്കർ ഈസ് അണ്ടർ സെക്ഷൻ ഏത് പ്രകാരമാണ്? 55B പ്രകാരം എന്താണ്? അനധികൃതമായി മദ്യം ഇറക്കുമതി ചെയ്യുകയാണ് വെച്ചെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ടൈം ലിമിറ്റ് ഫോർ ഫയലിംഗ് എ കംപ്ലൈന്റ് അണ്ടർ അബ്കാരി ആക്ട് ഈസ്? അബ്കാരി നിയമപ്രകാരം അബ്കാരി കുറ്റത്തിന് എത്ര മാസത്തിനകം പരാതി നൽകണം? 6 മാസത്തിനകം പരാതി നൽകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആക്ട് റെഗുലേറ്റ്സ് ദ കൾട്ടിവേഷൻ ഓഫ് ഒപ്പിയം പോപ്പി ഇൻ ഇന്ത്യ? അതായത് കറുപ്പ് കൃഷി നിയന്ത്രിക്കുന്നത് എന്താണ്? NDPS ആക്ട് ആണ് കേട്ടോ. അപ്പൊ ഏതാണ്? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 53 ഓഫ് അബ്കാരി ആക്ട് ഡീൽസ് വിത്ത് എന്തിനാണ്? സെക്ഷൻ 53 പ്രകാരം എന്താണ്? അറസ്റ്റ്, പരിശോധന, വാഹനം തടയൽ എന്നിവ ചെയ്യാം. അപ്പൊ എന്താണ്? ഡി എന്നുള്ളതാണ്. കാരണം എന്താണ്? അറസ്റ്റ്, സെർച്ച് ഓഫ് പ്രിമിസസ്, പിന്നെ എന്താണ്? പവർ ടു സ്റ്റോപ്പ് വെഹിക്കിൾ. ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അതോറിറ്റി ടു കോമ്പൗണ്ട് ഒഫൻസസ് അണ്ടർ സെക്ഷൻ 67 പ്രകാരം എന്താണ്? എക്സൈസ് ഇൻസ്പെക്ടർ മുതൽ എല്ലാവർക്കും എന്താക്കാം? ഒത്തുതീർപ്പാക്കാം. അപ്പം എന്താണ് ആൻസർ? എക്സൈസ് ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ, കമ്മീഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ, ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോട്ട്പ വാസ് എനാക്റ്റഡ് ഇൻ ദ ഇയർ ഏതാണ്? 2003 ആണ് കേട്ടോ. 2003 കോട്ട്പ പാസ്സാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള വാസ് EMS നമ്പൂതിരിപ്പാട്. എ എന്നുള്ളതാണ്. ദ വൈക്കം സത്യാഗ്രഹ വാസ് ഹെൽഡ് ഇൻ ദ ഇയർ ഏത് ഇയറിലാണ്? 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. എ എന്നുള്ളത്. ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് അണ്ടർ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A പ്രകാരമാണ് എന്ത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമായത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് പ്രകാരമാണ്? ആർട്ടിക്കിൾ 21A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ഈസ് അറ്റ് എവിടെയാണ്? അതായത് തിരുവനന്തപുരമാണ് കേട്ടോ. അതായത് കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് വുമൺ IPS ഓഫീസർ ഫ്രം കേരള ആരാണ്? R. ശ്രീലേഖ. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്സ് ഇൻ കേരള ആസ് ഓഫ് 2026 പ്രകാരം എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളാണ് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ്, ദ സ്റ്റേറ്റ് ഫ്ലവർ ഓഫ് കേരള ഈസ് ഏതാണ്? കണിക്കൊന്നയാണ്. ഏത്? കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം. നെക്സ്റ്റ്, ദ മലബാർ റെബല്യൻ ടുക്ക് പ്ലേസ് ഇൻ മലബാർ കലാപം നടന്നത് എപ്പോഴാണ്? 1921 മലബാർ കലാപം. നെക്സ്റ്റ്, ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ഈസ് ഇൻ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A I ആണ് കേട്ടോ. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അതായത് പൊതുസ്വത്ത് സംരക്ഷണം എന്നുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 51AI. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ A1 എന്നുള്ള AI ആണ് കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഗവർണർ ഓഫ് കേരള വാസ്. ഫസ്റ്റ് ഗവർണർ ആരാണ്? ബർഗുല രാമകൃഷ്ണ റാവു. ബർഗുല രാമകൃഷ്ണ റാവു ആണ് ഫസ്റ്റ് ഗവർണർ ഓഫ് കേരള, ആദ്യത്തെ ഗവർണർ. നെക്സ്റ്റ്, ദ കുടുംബശ്രീ മിഷൻ വാസ് ലോഞ്ച്ഡ് ഇൻ. എപ്പോഴാണ്? 1998 കുടുംബശ്രീ തുടങ്ങിയത്. നെക്സ്റ്റ് എന്താണ്? ദ ലോങ്സ്റ്റ് റിവർ ഇൻ കേരള. ഏതാണ്? ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. നെക്സ്റ്റ്, ദ ഓണം ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ മലയാളം മന്ത് ഓഫ്. ഏതിലാണ്? ചിങ്ങത്തിലാണ് അല്ലെ? ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. നെക്സ്റ്റ്, ദ ഫസ്റ്റ് കേരള PSC ചെയർമാൻ വാസ്. ഫസ്റ്റ് കേരള PSC ചെയർമാൻ ആരാണ്? CP നായർ. CP നായരാണ് ആദ്യത്തെ PSC ചെയർമാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലോക കേരള സഭ ഈസ് എ ഫോറം ഫോർ. എന്താണ്? പ്രവാസി മലയാളികൾക്കുള്ള വേദിയാണ് ലോക കേരള സഭ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ഈസ്. ഈഥൈൽ ആൽക്കഹോളിന്റെ തിളനില എത്രയാണ്? 78°C ആണ്. നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് പ്യൂരിഫയിങ് ആൽക്കഹോൾ ബൈ റിപ്പീറ്റഡ് ഡിസ്റ്റിലേഷൻ ഈസ് കോൾഡ്. എന്താണ്? തുടർച്ചയായി വാറ്റിയെടുക്കുന്നതിന് എന്താ പറയാ? റെക്ടിഫിക്കേഷൻ. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. 1 ലിറ്റർ ഓഫ് വാട്ടർ വെയ്സ് അപ്രോക്സിമേറ്റ്ലി. എന്താണ്? 1 ലിറ്റർ വെള്ളത്തിന്റെ ഭാരം ഏതാണ്? ഏകദേശം 1 കിലോയാണ് അല്ലെ? 1 കിലോഗ്രാം ആണ്. നെക്സ്റ്റ്, ഇഫ് ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് A and B ഈസ് 3:4 and B ഈസ് 20 years old, ഏജ് ഓഫ് A ഈസ്. ബി എന്ന് പറയുന്നത് 20 വയസ്സാണ് എങ്കിൽ, അതായത് 4x എന്ന് പറയുന്നത് 20 ആണെങ്കിൽ 3x എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 4x 20 ആണെന്ന് പറഞ്ഞാൽ x എത്രയാവും? 5 ആവും അല്ലെ? അപ്പൊ 3 × 5 എത്രയാണ്? 15. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. 3, 9, 27. 3, 9, 9, 3, 27, 27, 3, 81, 81, 3 എത്രയാ വരാ? 243. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ്. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് എന്താണ്? ആംപെയർ ആണ് കേട്ടോ. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് ഈസ്. അതായത് പ്രകൃതിദത്തമായ പദാർത്ഥത്തില് ഏറ്റവും കടുപ്പമുള്ളത് എന്നുള്ളതാണ് അർത്ഥാക്കണേ. അപ്പൊ ഏതാണ്? വജ്രം, ഡയമണ്ട് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഇഫ് ടുഡേ ഈസ് മൺഡേ, വാട്ട് ഡേ വിൽ ബി ആഫ്റ്റർ 61 days. എങ്ങനെയാണ്? 61 ദിവസം കഴിഞ്ഞാൽ ഏതാണ് ദിവസം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ 61നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര വരും? 7, 56 അല്ലെ? 56 കഴിഞ്ഞാൽ പിന്നെ 5 ദിവസം റിമൈൻഡർ വരും അല്ലെ? 5 ദിവസം കഴിയണം. അപ്പൊ ഈ 56 ദിവസം കഴിഞ്ഞാൽ മൺഡേ തന്നെ വരും. പിന്നെ 5 ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ള ഡേ ഏതാണെന്ന് തന്നെ ചോദിക്കണേ. അപ്പൊ മൺഡേ കഴിഞ്ഞാൽ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അല്ലെ? അപ്പൊ ഏതാണ് വരിക? ശനിയാഴ്ച എന്നുള്ളതല്ലേ വരിക? ഇത് ശനിയാഴ്ചയാണ് കേട്ടോ വരിക. അപ്പൊ ഇതിൽ ഓപ്ഷനിലില്ല. അപ്പോ നിങ്ങള് ആ ക്വസ്റ്റ്യൻ ഇത്രയും മിസ്റ്റേക്ക് ആയതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ LCM ഓഫ് 12 and 18 ഈസ്. എങ്ങനെയാണ് ഉസാഗ കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് അറിയില്ല വെച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരുവിധം 2009 തൊട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും മാത്സ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അതൊന്ന് നോക്കി പഠിക്കാം. അപ്പൊ LCM ഓഫ് 12 and 18. 12നെ എങ്ങനെ എഴുതാം? 2² × 3 എന്ന് എഴുതാം അല്ലെ? ഇതിനെ എന്ത് എഴുതാം? 2 × 3² എന്ന് എഴുതാം. അപ്പൊ LCM എന്ന് പറഞ്ഞാൽ 2ന്റെ ഘാതത്തിൽ ഏറ്റവും വലുത്, അപ്പൊ 2² ആണ്. ഇനി 3ന്റെ ഘാതത്തിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ 3² ആണ്.
അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എത്രയാണ്? 4 ഇൻറ്റു 9. 9 4 36. അപ്പൊ സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മാൻ ബൈസ് ആൻ item for rupees 500 and sells it for 600. Profit percentage എങ്ങനെയാണ് കാണുക? 600 ആണ് സെല്ലിംഗ് പ്രൈസ് അല്ലെ, ബൈയിങ് പ്രൈസ് ഏതാണ്? 500 ആണ്. അപ്പൊ നമുക്ക് എന്താ വരിക? പ്രോഫിറ്റ് ആണ് വരിക. കാരണം എന്താണ്? ഇതാണ് കൂടുതൽ അല്ലെ. 600 മൈനസ് 500, 100 rupees നമുക്ക് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കാണുക? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ബൈയിങ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ 100/500 ഇൻറ്റു 100. ഓക്കെ, അപ്പൊ എന്താ വരിക? 100/500 അല്ലെ. അപ്പൊ 20% എന്നുള്ളതല്ലേ വരിക. 100/5 100/5 എന്നാണ് വരിക. അപ്പൊ 20% എന്ന് വരും. നെക്സ്റ്റ്, ദ കെമിക്കൽ സിമ്പിൾ ഓഫ് സോഡിയം ഈസ്. സോഡിയത്തിന് എന്താ പറയാ? Na ആണ് സിമ്പിൾ കേട്ടോ. നെക്സ്റ്റ്, ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി ഏതാണ്? സ്കിൻ ആണ് കേട്ടോ. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. നെക്സ്റ്റ്, A = 1, B = 2 എക്സെട്ര ആണ് വെച്ചെങ്കിൽ എക്സാം എന്നുള്ളതിന് ഈ എത്രയില വരും? ABCDE അല്ലെ, 5ാമത്തെ ആയിട്ട് വരും. ഈ 5ാമത്തെ എക്സ് എന്താണ്? എക്സ് 24 ആണ് വരിക. A 1 ആണ് വരിക. M എന്താ വരിക? 13 ആണ് വരിക. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിയ ഉള്ളതാണ് 43. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഓഫ് 10, 20, 30, 40, 50 ഈസ്. ആവറേജ് എങ്ങനെ കാണുക? ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ടോ അത് അല്ലെ. അപ്പൊ 10 + 20 + 30 + 40 + 50 അല്ലെ. അപ്പൊ എന്താ വരും? 150. 150/5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 150 അല്ലേ വരിക. 10 20 10 30 30 30 60 60 40 100 100 + 50 150. 150/5 എന്ന് പറയുമ്പോൾ 150/5 എന്ന് പറയുമ്പോൾ ഏതാ വരിക? 30 അല്ലെ. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ അല്ലാത്തത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് ലാസ്റ്റ് ഉള്ളത് 4ന്റെ ഗുണിതാവുക, അല്ലാതെങ്കിൽ പിന്നെ എന്താണ്? 00 ലാസ്റ്റ് 2 അക്കം വരിക, അപ്പോഴും ലീപ്പ് ഇയർ ആവും. അപ്പൊ നമുക്ക് 4ന്റെ ഗുണിതം അല്ലാത്തത് ഇതിലേതാണ്? ഇതാണ്, ഇതാണ്, ഇതാണ് അല്ലെ. അപ്പൊ 26 ആണ് അതിലല്ലാത്തത്. അപ്പൊ സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ഏതാണ്? +2 ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 32 ഓഫ് അബ്കാരി ആക്ട് ഡീൽസ് വിത്ത്. എന്തിനാണ്? സെക്ഷൻ 32 പ്രകാരം എന്താണ്? കെട്ടിടം പരിശോധിക്കാൻ പറ്റും. ആ പവർ ടു സെർച്ച് ബിൽഡിംഗ്. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പണിഷ്മെന്റ് ഫോർ മാനുഫാക്ചറിംഗ് ലിക്കർ വിത്തൗട്ട് ലൈസൻസ് അണ്ടർ സെക്ഷൻ 55C എന്താണ്? ലൈസൻസ് ഇല്ലാതെ മദ്യം നിർമ്മിച്ചാൽ എത്രയാണ്? 2 വർഷം തടവ്, 2 ലക്ഷം പിഴ. ഓക്കെ, അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പിരിച്വസ് ലിക്കർ മീൻസ് ലിക്കർ കണ്ടെയ്നിങ് ആൽക്കഹോൾ എബവ് എന്താണ്? സ്പിരിറ്റ് മദ്യം എന്ന് പറയുന്നത് ഏതാണ്? 8% കൂടുതൽ ആൽക്കഹോൾ ഉള്ളതാണ് സ്പിരിറ്റ് മദ്യം കേട്ടോ. നെക്സ്റ്റ്, ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ടോഡി ദാറ്റ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് വിത്തൗട്ട് പെർമിറ്റ്. അത് നമ്മൾ പറഞ്ഞു അല്ലെ. എത്രയാണ്? 5 ലിറ്റർ വരെയാണ് കള്ള് പെർമിറ്റ് ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NDPS ആക്ട് സെക്ഷൻ 20 ഡീൽസ് വിത്ത്. എന്തിനാണ്? സെക്ഷൻ 20 എന്ന് പറഞ്ഞത് എന്താണ്? ഗഞ്ചാണ് കേട്ടോ, ഗഞ്ച. നെക്സ്റ്റ്, ദ ഓഫീസർ who can grant bail for bailable offenses under Abkari Act. ആൻസർ എന്താ വരാ?
ജാമ്യം ലഭിക്കണ കുറ്റങ്ങൾക്ക് ആരാണ് ജാമ്യം കൊടുക്കാൻ പറ്റുക? സർക്കിൾ ഇൻസ്പെക്ടർക്ക് ജാമ്യം കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ സി എന്നുള്ളതാണ്. ദ ടേം വെയർഹൗസ് അണ്ടർ അബ്കാരി ആക്ട് മീൻസ് എന്താണ് വരിക? വെയർഹൗസ് എന്ന് പറയുന്നത് മദ്യം സൂക്ഷിക്കുന്ന സ്ഥലത്തിനെയാണ് പറയാ. അപ്പൊ പ്ലേസ് ഫോർ സ്റ്റോറേജ് ഓഫ് ലിക്കർ ബി ആണ്. നെക്സ്റ്റ്, പെനാൽറ്റി ഫോർ അഡൾട്ടറേഷൻ ഓഫ് ലിക്കർ ഈസ് അണ്ടർ സെക്ഷൻ സെക്ഷൻ 55 ഡി ആണ്. മദ്യം കലർത്തണത് കേട്ടോ. The maximum period for which a person can be detained without magistrate order under section 34 എന്താണ് ആൻസർ ആയിട്ട് വരിക? എത്ര മണിക്കൂർ വരെ തടങ്കലില് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാൻ വെക്കാമെന്നാണ് ചോദിക്കണേ. അപ്പൊ 24 മണിക്കൂറാണ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാൻ വെക്കാൻ പറ്റാവുന്ന പരമാവധി സമയം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോട്ട്പ prohibits sale of tobacco within how many meters of educational institution? അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് എത്ര മീറ്റർ അകലെ വേണം പുകയില, എത്ര മീറ്റർ അകത്ത് പുകയില വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. 100 മീറ്ററിനകത്ത് പുകയില വിൽക്കാൻ പാടില്ല. 100 മീറ്റർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ ഏത് സ്കൂൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അടുത്ത് പുകയില വിൽക്കാൻ പാടുള്ളൂ കേട്ടോ. The authority to destroy confiscated liquor is നമ്മൾ കണ്ടെടുത്ത മദ്യം നശിപ്പിക്കാൻ ആർക്കാ അധികാരമുള്ളത് എന്നാണ് ചോദിക്കണേ. അപ്പൊ നമുക്ക് എന്താണ് പറയാ? എക്സൈസ് കമ്മീഷണർക്കാണ് അതിന് അധികാരമുള്ളത് കേട്ടോ. ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 39 ഓഫ് അബ്കാരി ആക്ട് ഡീൽസ് വിത്ത് എന്തിനാണ്? അതായത് സെക്ഷൻ 39 പ്രകാരം എന്താണ്? വാഹനം തടയല്, പിന്നെന്താണ്? സെർച്ച് പേഴ്സൺസ്, പവർ ടു സീസ്, ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതാണ് ആൻസർ. അതായത് വാഹനം തടയല്, പരിശോധന, പിരിച്ചടക്കൽ എന്നിവ ചെയ്യാൻ പറ്റും സെക്ഷൻ 39 ഓഫ് അബ്കാരി ആക്ട് പ്രകാരം. Next question, the minimum fine for illicit distillation under section 55A 55A പ്രകാരം എത്രയാണ്? കുറഞ്ഞത് 1 ലക്ഷം വരെ, 1 ലക്ഷം പിഴയുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെക്ടിഫൈഡ് സ്പിരിറ്റ് കണ്ടെയ്ൻസ് ആൽക്കഹോൾ അപ് ടു ഏത് വരെയാണ്? റെക്ടിഫൈഡ് സ്പിരിറ്റില് 95% വരെ ആൽക്കഹോൾ ഉണ്ടാകും. നെക്സ്റ്റ്, ദ റോൾ ഓഫ് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ ഈസ് കവേർഡ് ഇൻ ആൻസർ എന്താണ് വരിക? മൊഡ്യൂൾ 4 ആണ് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പണിഷ്മെന്റ് ഫോർ അബറ്റ്മെന്റ് ഓഫ് ഒഫൻസ് അണ്ടർ അബ്കാരി ആക്ട് ഈസ് സെയിം ആസ് ഫോർ എന്താണ്? കൂട്ടുചേർന്ന കുറ്റവും പ്രധാന കുറ്റവും അതിന് എല്ലാം ഒരേ എന്താണ്? ഒരേ ശിക്ഷയാണ്. അപ്പോൾ എന്താണ് ആൻസർ ആയിട്ട് വരിക? ദ മെയിൻ ഒഫൻസ്. കുറ്റം ചെയ്തവർക്കുള്ള ശിക്ഷ തന്നെയാണ് അത് അതിന് പ്രേരിപ്പിച്ച വ്യക്തിക്കും ലഭിക്കുക എന്നുള്ളതാണ്. അപ്പം ആൻസർ എന്താ വരിക ഇവിടെ? ദ മെയിൻ ഒഫൻസ് എന്നുള്ളതാണ്. പണിഷ്മെന്റ് ഫോർ അബറ്റ്മെന്റ് ഓഫ് ഒഫൻസ് അണ്ടർ അബ്കാരി ആക്ട് ഈസ് സെയിം ആസ് ഫോർ മെയിൻ ഒഫൻസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലൈസൻസ് ഫോർ മാനുഫാക്ചർ ഓഫ് IMFL ഈസ് ഇഷ്യൂഡ് ബൈ ആൻസർ എന്താണ് വരിക? സർക്കാരാണ് നൽകുക, ഗവൺമെന്റ് ആണ് കേട്ടോ. ഇപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ്, സെക്ഷൻ 40 ഓഫ് അബ്കാരി ആക്ട് ഗിവ്സ് പവർ ടു സെക്ഷൻ 40 പ്രകാരം എന്താണ്? സ്ഥലത്ത് കടന്ന് പരിശോധിക്കാനുള്ള അണ്ടർ പ്രിമിസസ് ആണ്.
അപ്പോൾ എന്താണ് സി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ബിയർ അലൗഡ് വിത്തൗട്ട് പെർമിറ്റ് ഇൻ കേരള. ആൻസർ എന്താണ്? 10 ലിറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് കേരള ഹൈക്കോർട്ട് ആരാണ്? ഫാത്തിമ ബീവിയും അന്ന ചാണ്ടിയും. അപ്പൊ ബോത്ത് എ ആൻഡ് സി. ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് കേരള ഹൈക്കോർട്ട് ഫാത്തിമ ബീവി, അന്ന ചാണ്ടിയും ഉണ്ട്. ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈലന്റ് വാലി മൂവ്മെന്റ് വാസ് ടു സേവ്. എന്താണ്? ഫോറസ്റ്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്? ദ സൈലന്റ് വാലി ആക്ട്, സൈലന്റ് വാലി മൂവ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the right to constitutional remedies is in article ഏതാണ്? 32 കേട്ടോ. ഭരണഘടന പരിഹാരത്തിനുള്ള അവകാശം. നെക്സ്റ്റ്, ദ ഫസ്റ്റ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ വാസ് വൺ ബൈ. ആദ്യ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആർക്കാണ്? സത്യനാണ്. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സദേൺ റെയിൽവേ ഈസ് അറ്റ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈ ആണ് കേട്ടോ. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മുത്തങ്ങ ഇൻസിഡന്റ് ഒക്കേർഡ് ഇൻ. മുത്തങ്ങ സംഭവം എപ്പോഴാണ്? 2003 മുത്തങ്ങ സംഭവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള ഈസ്. ഏതാണ്? മലമുഴക്കി വേഴാമ്പല്. അപ്പൊ ഗ്രേറ്റ് ഹോൺബിൽ എന്നുള്ളതാണ്. ഗ്രേറ്റ് ഹോൺബിൽ ആണ് സ്റ്റേറ്റ് ഓഫ് കേരള ബേർഡ്, സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് വാസ്. KT കോശി, ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കുട്ടനാട് റീജിയൻ ഈസ് ഫേമസ് ഫോർ. എന്തിനാണ്? നെൽകൃഷിക്കാണ് അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ വരിക? പാഡി കൾട്ടിവേഷൻ ബിലോ സീ ലെവൽ. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം ഏജ് ടു ബിക്കം MLA ഇൻ കേരള ഈസ്. മിനിമം ഏജ് ഏതാണ്? 25 വയസ്സാവണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിർമ്മൽ ഭാരത് അഭിയാൻ ഇൻ കേരള ഈസ് നോൺ ആസ്. കേരളത്തില് എന്താണ്? ശുചിത്വ മിഷൻ. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് വുമൺ ടു ക്ലൈംബ് എവറസ്റ്റ് ഫ്രം കേരള ആരാണ്? CN ജയദേവി. എ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ദ ബാക്ക് വാട്ടർ ഓഫ് കേരള ഈസ് ഫോംഡ് ബൈ. ഇതിലെന്താണ്? ലേക്ക്, ലഗൂൺസ്, എസ്റ്റുററീസ്, ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതാണ് ആൻസർ വരിക. ഇതെന്താണ്? തടാകം, കായല്, അഴിമുഖം എന്നുള്ളതിനാണ് കേട്ടോ. ഇത് എസ്റ്റുറീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കേരള ഫ്ലഡ് ഒക്കേർഡ് ഇൻ. എപ്പോഴാണ്? 2018 പ്രളയം ഉണ്ടായത് അല്ലെ. ദ ഫസ്റ്റ് മലയാളം നോവൽ വാസ്. ഏതാണ്? കുന്തലതയല്ലേ ഫസ്റ്റ് മലയാളം നോവല്? അപ്പു നെടുങ്ങാടിയുടെ കുന്തലത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ ഈസ്. ശുദ്ധജലത്തിന്റെ pH എത്രയാണ്? 7. ദ ഗ്യാസ് യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈസ്. ഫയർ എക്സ്റ്റിംഗ്വിഷറിന് ഉപകരണത്തിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. 1 ഹെക്ടർ ഈക്വൽ ടു ഹൗ മെനി ഏക്കേഴ്സ്? 2.47 ഏക്കർ ആണ് ഒരു ഹെക്ടർ എന്ന് പറയുന്നത്. ഇഫ് 15% ഓഫ് എ നമ്പർ ഈസ് 45, ദ നമ്പർ ഈസ്. അതായത് എക്സ് ആണ് നമ്പർ എങ്കിൽ എക്സിന്റെ 15% 45 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ.
അപ്പൊ എക്സിന്റെ 15% 45 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു 15/100 എന്ന് പറയുന്നത് 45. അപ്പൊ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 45 ഇൻറ്റു 100/15. 45-ൽ 15 3 പ്രാവശ്യമാണ് പോവുക. അപ്പൊ 300 എന്നുള്ളതാണ് ആൻസർ കിട്ടുക. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓഡ് വൺ ഔട്ട്. 2, 3, 5, 7, 9, 11. അടുത്തത് എന്ത് വരും? 2, 3, 5, 7, 9, 11. പിന്നെ ഏതാണ് വരിക? അതായത് ഇതിലിപ്പോ കൂട്ടണത് നോക്കാൻ പറ്റില്ല. കാരണം എന്താണ്? 2, 1, 3, 3, 2, 5, 5, 2, 7, 7, 2, 9 അങ്ങനെയാണ് പോണത്. അപ്പൊ അതല്ല. ബാക്കി എന്താണ്? ഇതെല്ലാം അഭാജ്യ സംഖ്യയാണോ നോക്കൂ. 2, 3, 5, 7, 11 അഭാജ്യ സംഖ്യയാണ്. അപ്പൊ ഓഡ് വൺ ഏതാണ് ഇതില്? 9. 9 അഭാജ്യ സംഖ്യയല്ല, ഭാജ്യ സംഖ്യയാണ് അല്ലെ? 3 പോവും. നെക്സ്റ്റ്, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി. എന്താണ്? പ്രകാശത്തിന്റെ വേഗത 3 × 10⁸8 മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ. 3 × 10⁸8 മീറ്റർ/സെക്കൻഡ് ആണ് ലൈറ്റിന്റെ വേഗത, പ്രകാശത്തിന്റെ വേഗത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ SI യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ്. മർദ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ്? പാസ്കൽ ആണ്. പാസ്കൽ. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. If the cost price is ₹800 and selling price is ₹1000, profit percentage എങ്ങനെയാണ് കാണുക? വിറ്റ വില മൈനസ് വാങ്ങിയ വില, അത് എത്രയാണ്? പ്രോഫിറ്റ് ആവും. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ 1000 മൈനസ് 800 എന്ന് പറഞ്ഞാൽ 200. 200 ബൈ വാങ്ങിയ വില എത്രയാണ്? 800. 200/800 എന്ന് പറഞ്ഞാൽ എത്ര ആവും? 4 ആവും അല്ലെ? താഴെ 4 ആവും. 1/4 ഇൻറ്റു 100. അപ്പൊ 100/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ലീപ് ഇയർ ഈസ്. ലീപ് ഇയറിൽ 366 ദിവസമാണ് ഉണ്ടാവുക. ബ്ലഡ് ഈസ് റെഡ് ഡ്യൂ ടു. എന്തു കാരണമാണ്? ഹീമോഗ്ലോബിൻ കാരണമാണ് രക്തത്തിന് ചുവപ്പ് നിറം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 2 ആണ് കേട്ടോ. 1 പ്രൈമോ കോമ്പോസിറ്റോ അല്ല, അതായത് ഭാജ്യമോ അഭാജ്യമോ അല്ല, 0 ഇല്ല. ഇനി 2 ആണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. 2 തന്നെയാണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യകളിൽ. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാലും 2 തന്നെയാണ്. 2 മാത്രമേ ഇരട്ട സംഖ്യയായിട്ടുള്ളൂ അഭാജ്യ സംഖ്യകളില്. പിന്നെ അഭാജ്യ സംഖ്യകളില് ചെറിയ ഒറ്റ സംഖ്യ എന്ന് ചോദിച്ചാൽ നമുക്ക് 3 എന്ന് എഴുതണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ദ ബ്രദർ ഓഫ് ബി, ബി ഈസ് ദ സിസ്റ്റർ ഓഫ് സി, ഹൗ ഈസ് എ റിലേറ്റഡ് ടു സി? എങ്ങനെയാണ്? അതായത് എ സിയുടെ ബ്രദർ ആവും അല്ലെ? അപ്പോൾ എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നെക്സ്റ്റ് ലെറ്റർ ഇൻ ദ സീരീസ് ACFJO. എ കഴിഞ്ഞ ബി ഇല്ല, സി. DE ഇല്ല, എഫ്. GHI ഇല്ല, ജെ. KLMN ഇല്ല, ഒ. അപ്പൊ ഇനി അടുത്തത് എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കണേ. PQRSTU അല്ലേ വരിക? അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കെമിക്കൽ ഫോർമുല ഓഫ് കോമൺ സോൾട്ട് ഈസ്. കോമൺ സോൾട്ടിന് എന്താ പറയാ? സോഡിയം ക്ലോറൈഡ്, NaCl. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആസ് ഓഫ് 2026. 2026 എത്ര സ്റ്റേറ്റ് ഉണ്ട് എന്നാണ് ചോദിക്കണേ. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളാണ് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിനിമം ഡിസ്റ്റൻസ് ഫോർ ലൊക്കേറ്റിംഗ് എ ടോഡി ഷോപ്പ് ഫ്രം സ്കൂൾ. അത് നമ്മൾ പറഞ്ഞതായിരുന്നു. 100 മീറ്ററിന് ഉള്ളിൽ വേണം, ഉള്ളിൽ വിൽക്കാൻ പാടില്ല എന്നുള്ളത് അല്ലെ? അപ്പൊ എന്താണ്? ദ മിനിമം ഡിസ്റ്റൻസ് ഫോർ ലൊക്കേറ്റിംഗ് എ ടോഡി ഷോപ്പ്. സോറി, 100 മീറ്ററിന് പുകയിലയാണ് വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കള്ള് ഷാപ്പ് എന്ന് പറയുന്നത് എന്താണ്? മിനിമം ഡിസ്റ്റൻസ് 50 മീറ്റർ ആണ് കേട്ടോ. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. കള്ളുഷാപ്പ് സ്കൂളിൽ നിന്ന് 50 മീറ്റർ അകലെയായിരിക്കണം എന്നുള്ളതാണ്. പുകയിലയാണ് 100 മീറ്റർ എന്ന് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
സെക്ഷൻ 56 ഓഫ് അബ്കാരി ആക്ട് ഡീൽസ് വിത്ത് എന്താണ്? സെക്ഷൻ 56 പ്രകാരം എന്താണ്? ലൈസൻസ് ഉള്ള സ്ഥലത്ത് മദ്യപിച്ച് ബഹളം വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ allowing drunkenness in licensed premises. Next question, the maximum quantity of arak a person can possess legally. ഏതാണ്? അറക്ക് കൈവശം വെക്കാൻ എന്താണ്? പാടില്ല. അപ്പൊ 0 എന്നുള്ളതാണ്. കാരണം അറക്ക് ഒരു വിധത്തിലും കൈവശം വെക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NDPS ആക്ട് സെക്ഷൻ 22 ഡീൽസ് വിത്ത് ഏതാണ്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് അല്ലെ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. Next question, the officer who heads the district excise office is ആൻസർ എന്താണ് വരിക? ഡെപ്യൂട്ടി കമ്മീഷണർ. ജില്ലാ എക്സൈസ് ഓഫീസിന്റെ തലവൻ ആരാണ്? ഡെപ്യൂട്ടി കമ്മീഷണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പണിഷ്മെന്റ് ഫോർ സെയിൽ ഓഫ് ലിക്കർ വിത്തൗട്ട് ലൈസൻസ് അണ്ടർ സെക്ഷൻ 55B. 55B പ്രകാരം ലൈസൻസ് ഇല്ലാതെ എന്താണ് മദ്യം വിറ്റ എന്ത് ചെയ്യും? 2 വർഷം തടവും 2 ലക്ഷം പിഴയും. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോണ്ടഡ് വെയർഹൗസ് മീൻസ് ആൻസർ എന്താണ്? നികുതി അടയ്ക്കാതെ സൂക്ഷിക്കുന്ന വെയർഹൗസ് അല്ലെ ബോണ്ടഡ് വെയർഹൗസ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ബി, വെയർഹൗസ് വേർ ഡ്യൂട്ടി ഈസ് deferred. Next question, the time limit for producing an arrested person before magistrate എന്താണ്? 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 38 ഓഫ് അബ്കാരി ആക്ട് ഗീവ്സ് പവർ ടു എന്താണ്? സെക്ഷൻ 38 പ്രകാരം എന്താണ്? അറസ്റ്റ്, പരിശോധന, സ്റ്റോപ്പ് വെഹിക്കിൾസ്, ഇതെല്ലാം വാഹനം തടയൽ എന്നിവ ചെയ്യാം. ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അതോറിറ്റി ടു ക്യാൻസൽ എ ലിക്കർ ലൈസൻസ് ഈസ് ലൈസൻസ് റദ്ദാക്കാൻ അധികാരം ആർക്കാണ്? എക്സൈസ് കമ്മീഷണർക്കാണ്. ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോട്ട്പ പ്രൊഹിബിറ്റ്സ് അഡ്വർടൈസ്മെന്റ് ഓഫ് ടുബാക്കോ അണ്ടർ സെക്ഷൻ ഏതാണ്? അണ്ടർ സെക്ഷൻ 5 പ്രകാരമാണ് എന്താ പുകയില പരസ്യം നിരോധിച്ചിരിക്കുന്നത്. ദ മിനിമം ഏജ് ടു പർച്ചേസ് ടുബാക്കോ ഇൻ കേരള 21 വയസ്സിന് താഴെയുള്ളവർക്ക് എന്താണ്? പുകയില വാങ്ങാൻ പാടില്ല. അപ്പൊ 21 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം ഫൈൻ ഫോർ ഫസ്റ്റ് ഒഫൻസ് അണ്ടർ കോട്ട്പ സെക്ഷൻ 4 സെക്ഷൻ 4 ലഭിച്ചാല് ഏതാണ്? ആദ്യ തവണ 200 രൂപയാണ് പിഴയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബിയർ അണ്ടർ അബ്കാരി ആക്ട് മീൻസ് ലിക്കർ വിത്ത് ആൽക്കഹോൾ കണ്ടന്റ് നോട്ട് എക്സീഡിങ് എന്താണ്? നോട്ട് എക്സീഡിങ് 8% കേട്ടോ. 8% താഴെ ആൽക്കഹോൾ ഉള്ള മദ്യമാണ് ബിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലൈസൻസ് ഫോർ എ ബാർ അറ്റാച്ച്ഡ് ടു എ ഹോട്ടൽ ഈസ് കോൾഡ് എന്തിനാ പറയാ? FL3 ലൈസൻസ്. FL3 ലൈസൻസ് ആണ് ബാർ അറ്റാച്ച്ഡ് ഹോട്ടല്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓഫീസർ ഹു ക്യാൻ കണ്ടക്ട് ടെസ്റ്റ് ഫോർ ആൽക്കഹോൾ ഇൻ ബ്രീത്ത് ഈസ് ആൻസർ എന്താണ് പറയാ? ഓൾ ഓഫ് ദ എബവ് ആണ് വരിക. അതായത് എക്സൈസ് ഓഫീസറിന്, പോലീസ് ഓഫീസർക്ക്, മെഡിക്കൽ ഓഫീസർക്ക് ഇവർക്കെല്ലാം എന്ത് ചെയ്യാം? ആൽക്കഹോൾ ഇൻ ബ്രീത്ത് ടെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെനാലിറ്റി ഫോർ ഒബ്സ്ട്രക്ഷൻ ആൻഡ് എക്സൈസ് ഓഫീസർ ഈസ് അണ്ടർ സെക്ഷൻ 59 കേട്ടോ. എക്സൈസ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം, അതായത് അദ്ദേഹത്തിന്റെ ജോലിക്ക് എന്തെങ്കിലും തടസ്സം വന്നാലുള്ള ശിക്ഷയുണ്ട്, അതാണ് സെക്ഷൻ 59 പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം പീരീഡ് ഓഫ് ലൈസൻസ് ഫോർ ടോഡി ഷോപ്പ് ഈസ് കള്ള് ഷാപ്പിന്റെ ലൈസൻസ് എത്ര വർഷത്തേക്കേ ഉണ്ടാവുള്ളൂ? 1 വർഷത്തേക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ 44 ഓഫ് അബ്കാരി ആക്ട് ഡീൽസ് വിത്ത് 44 പ്രകാരം എന്താണ്? വസ്തുവകകള് കണ്ടെടുക്കാൻ പറ്റും. അപ്പൊ എന്താണ്? ഫോർഫെയ്ച്ചർ, വസ്തുവകകള് കണ്ടുകെട്ടാൻ പറ്റും.
Next question, the authority to grant permit for transport of liquor within Kerala. ആൻസർ എന്താണ്? കേരളത്തിനകത്ത് മദ്യം കൊണ്ടുപോകാൻ പെർമിറ്റ് നൽകുന്നത് ആരാണ്? എക്സൈസ് കമ്മീഷണർ ആണ് കേട്ടോ. ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ചീഫ് സെക്രട്ടറി ഓഫ് കേരള വാസ് KP മാധവൻ നായർ. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, ദ ഗുരുവായൂർ സത്യാഗ്രഹ വാസ് ഇൻ 1931 തൊട്ട് 32 വരെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ടായിരുന്നത്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഈസ് ഇൻ ആർട്ടിക്കിൾ, ചൂഷണത്തിനുള്ള അവകാശം ഏതാണ്? 23, 24 കേട്ടോ. ആർട്ടിക്കിൾ 23, 24. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. നെക്സ്റ്റ്, ദ ഫസ്റ്റ് മലയാളം ഫിലിം വാസ് ഏതാണ്? വിഗതകുമാരനാണ് ആദ്യ മലയാള ചലച്ചിത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈസ് അറ്റ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പൊ എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ദ പ്ലാച്ചിമട സ്ട്രഗിൾ വാസ് എഗെയിൻസ്റ്റ് എന്താണ്? പ്ലാച്ചിമട സമരം കൊക്കക്കോളയ്ക്ക് എതിരെയായിരുന്നു അല്ലെ. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ദ സ്റ്റേറ്റ് ട്രീ ഓഫ് കേരള ഈസ് എന്താണ്? തെങ്ങാണ് കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷം. നെക്സ്റ്റ്, ദ ഫസ്റ്റ് വുമൺ സ്പീക്കർ ഓഫ് കേരള അസംബ്ലി ആരാണ്? KR ഗൗരിയമ്മ, ആദ്യ വനിതാ സ്പീക്കർ. നെക്സ്റ്റ്, ദ മൂന്നാർ ലാൻഡ് എൻക്രോച്ച്മെന്റ് ഇഷ്യൂ ഈസ് റിലേറ്റഡ് ടു. ഏത് വഴിയാണ്? തോട്ടം ഭൂമിയുമായിട്ട് ബന്ധമുള്ളതല്ലേ. അപ്പൊ പ്ലാന്റേഷൻ ലാൻഡ് ആണ് കേട്ടോ. മൂന്നാർ പ്രശ്നം തോട്ടം ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം ഏജ് ടു വോട്ട് ഇൻ ഇന്ത്യ ഈസ് ഏതാണ്? മിനിമം ഏജ് 18 വയസ്സാണ് മിനിമം വോട്ടവകാശം. ദ ഹരിത കേരളം മിഷൻ സ്റ്റാർട്ടഡ് ഇൻ എപ്പോഴാണ്? 2016 ഹരിത കേരളം മിഷൻ തുടങ്ങിയത്. ദ ലോങ്സ്റ്റ് ലേക്ക് ഇൻ കേരള ഈസ് ഏതാണ്? വേമ്പനാട്ട് കായലാണ് ഏറ്റവും വലിയ കായല്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓണം ഈസ് സെലിബ്രേറ്റഡ് ടു കോമമറേറ്റ് ആരാണ്? ലോർഡ് കിങ് മഹാബലി. ഓക്കെ, കിങ് മഹാബലിയാണ്. മഹാബലി രാജാവിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ദ ഫസ്റ്റ് മലയാളം ഡെയിലി ന്യൂസ് പേപ്പർ ഏതാണ്? അതായത് മലയാള മനോരമയാണ് ആദ്യത്തെ മലയാള പത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ നവ കേരള മിഷൻ ഫോക്കസസ് ഓൺ എന്തിനെയാണ്? നവകേരള മിഷൻ ഭവനം, ആരോഗ്യം, വിദ്യാഭ്യാസം അല്ലെ. ഹൗസിംഗ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കെമിക്കൽ ഫോർമുല ഓഫ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയുടെ രാസവാക്യം എന്താണ്? NaHCO3. NaHCO3 കേട്ടോ. നെക്സ്റ്റ്, ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഏതാണ്? ബാരോമീറ്റർ ആണ് കേട്ടോ. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 കിലോമീറ്റർ ഈക്വൽ ടു ഹൗ മെനി മീറ്റേഴ്സ്? 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ കേട്ടോ. സി എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഇഫ് 20% ഓഫ് എ നമ്പർ ഈസ് 60, ദ നമ്പർ ഈസ് അതായത് എക്സിന്റെ 20% 60 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ എക്സ് ഇൻറ്റു 20/100 ഈക്വൽ ടു 60. അപ്പൊ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? 60 × 100/20 ചെയ്താൽ പോരെ. അപ്പൊ എന്താണ് വരിക? 300 എന്ന് വരും. അപ്പൊ സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ. 1, 4, 9, 16, 25. നോക്കൂ, 1ന്റെ സ്ക്വയർ ആണ് 1, 2ന്റെ സ്ക്വയർ ആണ് 4, 3ന്റെ സ്ക്വയർ ആണ് 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. അപ്പൊ അടുത്തത് എന്താ വരിക? 6ന്റെ സ്ക്വയർ 36. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് അപ്രോക്സിമേറ്റ്ലി. എങ്ങനെയാണ് ആൻസർ വരിക? ശബ്ദത്തിന്റെ വേഗം വായുവില് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. 340 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ SI യൂണിറ്റ് ഓഫ് എനർജി. ഊർജത്തിന്റെ യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ്. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഈസ് 1200 ആൻഡ് ലോസ് ഈസ് 10% സെല്ലിംഗ് പ്രൈസ്. അതായത് 1200 രൂപ കോസ്റ്റ് പ്രൈസ്, അതായത് വാങ്ങിയ വില. ഇനി 10% നഷ്ടത്തിലാണ് വിറ്റത് അല്ലെ. നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിറ്റപ്പോ എത്ര വില കിട്ടിയിട്ടുണ്ടാവും?
അതിന്റെ 90% കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്താണ്, ആകെ 100% ഈ വാങ്ങിയ വില എന്ന് പറയുന്നത്. അതിന്റെ 10% ലെസ്സിലാണ് കൊടുത്തത് അല്ലെ. അപ്പൊ 90%-ത്തിനാണ് കൊടുത്തത്. അപ്പൊ 1200ന്റെ 90% കണ്ടാ പോരെ. 1200 ഇൻറ്റു 90/100 അത് എത്രയാന്ന് നോക്കിയാൽ മതി. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 1080 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് മന്ത്സ് വിത്ത് 31 days ഈസ് 31 ഡേയ്സ് ഉള്ള എത്ര മന്ത്സ് ഉണ്ട് എന്നാണ് ചോദിക്കണേ. ഏതാണ്? 7 മാസമാണ് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ്? ഫീമർ, തുടയല്ലേ, അതാണ് ഏറ്റവും വലിയ അസ്ഥി. ദ സ്മോളസ്റ്റ് ഈവൻ പ്രൈം നമ്പർ ഈസ്, സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാലും സ്മോളസ്റ്റ് ഈവൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാലും നമ്മൾ എഴുതേണ്ട ആൻസർ ഏതാണ്? 2 എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈസ് ദ ഫാദർ ഓഫ് വൈ ഈസ് ദ മദർ ഓഫ് സെഡ്, ഹൗ ഈസ് എക്സ് റിലേറ്റഡ് ടു സെഡ്? ആൻസർ എന്താ വരിക? ഗ്രാൻഡ് ഫാദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the next letter in series BEHKN. B കഴിഞ്ഞ CD ഇല്ല E, FG ഇല്ല H, IJ ഇല്ല K, LM ഇല്ല N, OP ഇല്ല Q. അപ്പൊ ഏതാണ് ആൻസർ വരിക? Q എന്നുള്ളതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കെമിക്കൽ ഫോർമുല ഓഫ് വാട്ടർ ഈസ്, വാട്ടറിന്റെ വെള്ളത്തിന്റെ രാസസൂത്രം എത്രയാണ്? ഏതാണ്? H2O ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the number of union territories in India as of 2026. എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? 8 എണ്ണാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങള് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 200 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് ഇന്ന് തന്നെ പഠിക്കാം. ബാക്കി നമുക്ക് സിലബസ് ബേസിലുള്ള കുറെ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. മാത്സിന് നിങ്ങൾ ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിൽ പോയി നോക്കുക. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും നമുക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ അടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.